ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള 2ാം ക്ലാസ്സിൻ്റെ കിതാബത്ത് എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അധിക പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞങ്ങൾക്ക് കിതാബത്ത് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഇല്ലല്ലോ, അപ്പോൾ ഞങ്ങൾ എന്താ പഠിക്കേണ്ടത്? അപ്പോൾ നിങ്ങളെ ഉലൂമുദ്ദീനിൽ നിന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ പഠിക്കണം എന്നതൊക്കെ ചോദ്യപേപ്പർ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം നോക്കി എഴുതാനാണ് വരിക. നോക്കി എഴുതണം. ഇവിടെ എന്താണ് അതായിട്ട് മിഫ്താഹുസ് സ്വലാത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതുപോലെ അവരെ എഴുത്ത് രീതി എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പകർത്തി എഴുതുക. അതുപോലെ തന്നെ പകർത്തി എഴുതുക. ഹസ്ബുൻ അല്ലാഹ്, അബുൽ ബഷർ, റബ്ബുൽ ആലമീൻ. അപ്പോൾ അതുപോലെ പകർത്തി എഴുതാനാണ്. പിന്നെന്താണ്, ക്രമത്തിലാക്കി എഴുതാനാണ്. അവർക്ക് ബുക്കിൽ വന്ന കുറച്ച് ദിക്റുകളും കാര്യങ്ങളൊക്കെ പാഠത്തിൻ്റെ അടിയിൽ വരുന്ന ബോക്സുകൾ അതൊക്കെ ഇങ്ങനെ ക്രമം തെറ്റിച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതവർ എന്താക്കണം, ശരിയാക്കിയിട്ട് എഴുതി കൊടുക്കണം. അപ്പോൾ ഇത് ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നമുക്ക് നിസ്കാരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് ഈ എക്സാം കഴിഞ്ഞിട്ടുള്ള പോർഷൻസാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് വന്നത്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൽ പെട്ടതെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും വന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ശരിയാക്കാം. എന്താണ്, നമ്മൾ ഇബ്രാഹിമിയ സ്വലാത്തിൽ നിന്ന് എന്താണ് കമാ ബാറക്ത അല ഇബ്രാഹിമ, അതുപോലെ ഓർഡർ ആക്കിയിട്ട് നമ്മൾ ഇവിടേക്ക് എഴുതണം. പിന്നെ അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു അത്തഹിയാത്തിൽ നിന്ന്. പിന്നെ വമാ അന മിനൽ മുശ്രിക്കീൻ. പിന്നെ അൽഹംദുലില്ലാഹില്ലദി അത്അമനി എന്നാണ്, അൽഹംദുലില്ലാഹില്ലദി അത്അമനി. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുമ്പം, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പാഠത്തിൻ്റെ അടിയിൽ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെ കൂടെയും ഓരോ ബോക്സുകൾ വരും. ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അങ്ങനെ ഓരോ ബോക്സുകളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഹുവല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ മിഫ്താഹുസ് സ്വലാത്തിൽ വുളൂ, അതൊക്കെ നമുക്കിതുപോലെ തെറ്റിച്ച് തന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കിതാബത്ത് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. പിന്നെന്താണ്, പൂരിപ്പിക്കാൻ വരും. എന്താണ്, സ്വർഗത്തിൻ്റെ ഡേഷാണ് നിസ്കാരം. എന്താണ്, നിസ്കാരം എന്താണ്, സ്വർഗത്തിൻ്റെ താക്കോലാണ്. നിസ്കാരം സ്വർഗത്തിൻ്റെ താക്കോലാണ്. അതുപോലെ നിസ്കാരത്തിൻ്റെ താക്കോലാണ് എന്ത്, വുളൂ. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ മാറിപ്പോരുത് കേട്ടോ. സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം, നിസ്കാരത്തിൻ്റെ താക്കോലാണ് വുളൂ. അത് മനസ്സിലാക്കുക. പിന്നെന്താണ്, മനുഷ്യ പിതാവ് ഡേഷ് അലൈഹിസ്സലാമാണ്. ആരായിരുന്നു, ആദം അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാമാണ് മനുഷ്യരുടെ പിതാവ്. അപ്പോൾ ഇവിടെ ആദം എന്ന് എഴുതി കൊടുക്കണം. പിന്നെ ഞാൻ ഡേഷായതിൽ അഭിമാനിക്കുന്നു. ഞാൻ ആരായതിലാണ്, ഞാൻ മുസ്ലിമായതിൽ അഭിമാനിക്കുന്നു, മുസ്ലിമായതിൽ. പിന്നെ മൃഗങ്ങളോടും പക്ഷികളോടും ഡേഷ് കാണിക്കണം. എന്താ കാണിക്കേണ്ടത്, ദയ കാണിക്കണം. മൃഗങ്ങളോടും പക്ഷികളോടും ദയ കാണിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പിന്നെ വൈകുന്നേരം ഡേഷ് അസ്തമിക്കുന്നു. എന്താണ്, വൈകുന്നേരം എന്താണ് അസ്തമിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നു. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ന് എഴുതി കൊടുക്കണം. ആ ചാപ്റ്റർ വരെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിന് വരുന്ന പാഠഭാഗം ഉള്ളത്, ഹുവല്ലാഹു ഖാലിഖു എന്ന പാഠം. അപ്പോൾ അത് വരെയാണ്. പിന്നെന്താണ്, നമുക്ക് ഇതുപോലെ അക്ഷരങ്ങൾ തരും. ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, 5 അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2ാമത്തെ പാഠമായ അൽ മലബാരിയ എന്ന പാഠം ഉണ്ടായിരുന്നു, അറബി മലയാള അക്ഷരങ്ങളൊക്കെ പരിചയപ്പെടുന്ന. അതിൽ നിന്നുള്ള അക്ഷരങ്ങളാണ് ഇവിടെ തന്നത്. ഇതുപോലെ നമുക്ക് അക്ഷരം മാറാം, ഇതന്നെ വരൂല, ചിലപ്പോൾ ഇത് വരും, ഇതിൽ വേറെ അക്ഷരങ്ങളും വരാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഈ അക്ഷരം വരുന്ന ഒരു പദം എഴുതി കൊടുക്കണം. കോ. അപ്പോൾ എന്ത് ചെയ്താൽ നമ്മൾ കൊല, കൊല നമുക്ക് അറിയാം അല്ലേ. അതുപോലെ കൊള്ള, കൊള്ളക്കാർ, അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ ഡ വരുമ്പോഴോ അട, വട എന്നൊക്കെ നമുക്ക് എഴുതാം. പിന്നെ എലി, എരുമ, മനസ്സിലായില്ലേ, വേ വരുന്നത്. പിന്നെ പുഴ, പുറം. പിന്നെ മരം, വരം, അരണ. അതിൽ എന്നുള്ള അക്ഷരം അതിൽ വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ നമുക്കിതുപോലെ പുള്ളി വരുന്നത്, പിന്നെ ചിഹ്നം കെ, മേ, അങ്ങനെയൊക്കെ അക്ഷരങ്ങൾ മാറി വരുന്നത്, അതൊക്കെ വരിക
പിന്നെ അതുപോലെ ഡായും ഹായും കൂടി ചേർന്ന് ബ, ഗ, അങ്ങനെ 2 അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ചില അക്ഷരങ്ങളുണ്ട്, കാറ്റോടു കൂടി പറയുന്ന അക്ഷരങ്ങൾ. പിന്നെ വള, കുളം, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, പദങ്ങൾ നിർമ്മിക്കാൻ. ഇതിപ്പോൾ ഇത്രയും 5 എഴുതിയാൽ നമുക്കിവിടെ 15 മാർക്ക് കിട്ടും. പിന്നെ അതുപോലെ എന്താണ്, ഹർക്കത്ത് ഇടാൻ പഠിക്കണം. ഇപ്പോൾ ഇവിടെയും വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിസ്കാരത്തിൽ നിന്നുള്ള അതാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേറെ എന്തെങ്കിലും വരാം. നേരത്തെ പറഞ്ഞ പോലെ പാഠത്തിൻ്റെ അടിയിലെ ബോക്സ്, പിന്നെ ഭക്ഷണം കഴിച്ചാൽ ചെല്ലുന്ന ദിക്റ്, അതൊക്കെ ഹർക്കത്തില്ലാതെ തരും. മനസ്സിലായില്ല? ഇവിടെ റബ്ബന ലക്കൽ ഹംദു, റബ്ബി ഉഫ്ർലി വർഹംനി, ഇർഹമു മൻഫിൽ അർള്, പിന്നെ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, ഹുവല്ലാഹു ഖാലിഖു. പാഠത്തിൻ്റെ പേരൊക്കെ വന്നാണ്ടില്ല. അപ്പോൾ അതൊക്കെ വന്നാൽ നമുക്ക് അതിൻ്റെ ഹുവല്ലാഹു ഖാലിഖു എങ്ങനെ ഹർക്കത്തുകൾ നൽകി കൊടുക്കാൻ കഴിയണം. അപ്പോൾ അത് ഇവിടേക്ക് പകർത്തി എഴുതുകയും ചെയ്യാം, ഹർക്കത്ത് ഇട്ടിട്ടോ. ഒക്കെ നിങ്ങളെ സമയത്തിനനുസരിച്ചാണ് ചെയ്യാം. പിന്നെന്താണ്, ശരിയായത് എടുത്ത് എഴുതണം. ഇവിടെ നമുക്കിതാ പ്രതിഫലം എന്ന് 3 രീതിയിൽ തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതിൽ ഏതാണ് ശരിയായ പ്രതിഫലം എന്നത് നമുക്ക് ഇവിടേക്ക് എടുത്ത് എഴുതണം. ഇതിലേതാണ് പ്രതിഫലം എന്നുള്ളത് ശരിയായത്? അപ്പോൾ ഇതിൽ ഈ അവസാനത്തെ പ്രതിഫലം എന്നതാണ് ശരിയായത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ത ആണ് വരേണ്ടത്, ഈ ദി അല്ല വരേണ്ടത്. ഇവിടെ ദി ആണ്, ബാക്കി അക്ഷരങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ത ആണ് പ്രതിഫലത്തിന് വേണ്ടത്. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലം ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ വരേണ്ടത്. ഈ ഫ അല്ല, നേരത്തെ പറഞ്ഞ പോലെ ബായും ഹായും കൂടി ചേർന്ന പ്രതിഫലം ഫ ആണ് വരിക. മനസ്സിലായില്ല? അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഇവിടേക്ക് ശരിയായത് എടുത്തെഴുതുക. പിന്നെ അത് പക്ഷി എന്നത് ഇതിൽ ഏതായിരിക്കും ശരി അറിയോ? പക്ഷി എന്നത് നമുക്ക് ഈ ഇതാണ് ശരിയായത് വരിക, അടിയിൽ പുള്ളി വരുന്ന. മനസ്സിലായില്ല? അപ്പോൾ അത് ഇവിടെ എഴുത്തുക. ഇനി അടുത്ത കഅബ എന്നത് ഇതിൽ ഏതാ ശരി? ഇതാണ് കഅബ എന്നത് ശരി. കഅബ അവസാനത്തിൽ ഹാത്താ വരുന്ന, ഹ അല്ല ഐനാണ് കഅബ. അപ്പോൾ അത് ഇവിടെ എടുത്തെഴുതാം. ഇനി വാചകം നിർമ്മിക്കണം. നമ്മൾ വാക്യം നിർമ്മിക്കുക. അതായത് എൻ്റെ എന്നൊരു പദം വച്ചിട്ട് നമ്മൾ വാക്യം നിർമ്മിച്ചു കൊടുക്കണം. എൻ്റെ വീട് വൃത്തിയുള്ളതാണ്. എൻ്റെ ഉമ്മ വന്നു. എൻ്റെ ഉപ്പ വന്നു. നമുക്ക് എളുപ്പം ഏതാണോ എഴുതാൻ അറബി മലയാളത്തിൽ, അത് ഈ എൻ്റെ എന്ന വേർഡ്സ് ചേർത്തിട്ട് എഴുതി കൊടുക്കണം. എൻ്റെ പേന, എൻ്റെ പെൻസിൽ, എൻ്റെ ബുക്ക് ഒക്കെ എഴുതാം. അതൊരു വാചകമായാൽ മതി. മനസ്സിലായില്ലേ? ഇനി പോയി എന്താണ്, ഞാൻ വീട്ടിൽ പോയി, ഉപ്പയുടെ കൂടെ പോയി, ഉസ്താദ് പോയി ഒക്കെ എഴുതാം. മനസ്സിലായില്ലേ? ഇനിയോ പറഞ്ഞു എന്താണ്, ഞാൻ സത്യം പറഞ്ഞു, ഞാൻ ഉത്തരം പറഞ്ഞു, ഉസ്താദ് ഉത്തരം പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ കഴുകി എന്താണ്, 2 കൈയും കഴുകി, മുഖം കഴുകി, കാൽ കഴുകി. എന്താണോ നമുക്ക് വാചകാക്കി എഴുതാൻ എളുപ്പമുള്ളത് അത് എഴുതി കൊടുക്കുക. ഇനിയോ ഞാൻ എന്താണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ഞാൻ ഉമ്മയുടെ കൂടെ പോയി. ഈ ഞാൻ എന്നുള്ള വാചകം അതിലുണ്ടായാൽ മതി. അപ്പോൾ ഇത്രയാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇനി നമുക്ക് മദ്രസ 2ാം ക്ലാസ്സിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കിതാബത്ത് നോക്കിയാൽ കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കാം. അത് ബുക്ക് വ്യത്യാസമല്ല, നമുക്ക് കുറച്ച് അപ്ഡേഷൻ വന്നെന്നുള്ളൂ. എന്നാലും മദ്രസൻ്റെ കിതാബത്തെ എക്സാം നോക്കിയാൽ നമുക്കൊരുപാട് ഇതുപോലുള്ള വേർഡ്സുകളും എന്തൊക്കെയാണ് മാറ്റി എഴുതാൻ വന്നത്, ഏതൊക്കെ അക്ഷരങ്ങൾ വന്നത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ലിങ്കുകൾ അയച്ചു തരാം. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത സ്കൂൾ മദ്രസേൻ്റെതും അന്നെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറയുന്നതിലൊക്കെ തെറ്റുകൾ സംഭവിക്കാം, നമ്മൾ പറ്റിപ്പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എഴുതി പഠിക്കുക, അറബി എഴുതുക, അറബി മലയാളം എഴുതി പഠിക്കുക. പിന്നെ അക്ഷരങ്ങൾ വെച്ച് വേർഡ്സുകൾ ഉണ്ടാക്കാൻ കഴിയുക.
അതൊക്കെ വാചകം നിർമ്മിക്കാൻ കഴിയുക. എൻ്റെ അങ്ങനെയുള്ള പദങ്ങളൊക്കെ എഴുതി പഠിക്കുക. കൂടെ, ഉമ്മ, ഉപ്പ, കൂട്ടുകാരൻ, അങ്ങനെ വാങ്ങി, കണ്ടു, ഇങ്ങനത്തെ വേർഡ്സുകളൊക്കെ പഠിച്ചാൽ നമുക്ക് ഒരു വാചകം വന്നാൽ അതിൻ്റെ കൂടെ ആ വേർഡ്സുകളൊക്കെ ചേർത്ത് എഴുതാൻ കഴിയും. മനസ്സിലായില്ലേ? മസ്ജിദ് എന്താണ്? ഞാൻ മസ്ജിദിൽ പോയി, ഞാൻ മസ്ജിദ് കണ്ടു, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ സ്വർഗം എന്താണ്? സ്വർഗം തരണേ അല്ലാ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ഈ ശരിയായത് തിരഞ്ഞെടുത്ത എഴുതാനുള്ള വേർഡ്സുകളാണ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അക്ഷരങ്ങളൊക്കെയാണ് അങ്ങനത്തെ ബുദ്ധിമുട്ട്. അതായത് ചൊരിഞ്ഞിടണമേ അതിലെ ഞ, പിന്നെ വാരിധി, വാരിധി എന്നതിലെ ദി, പിന്നെ അതുപോലെ പിന്നെ പടച്ചവൻ അതിലെ ച, അങ്ങനെ നമുക്ക് കുറേ വേർഡ്സുകൾ, നഖം, മുഖം, അങ്ങനെ വരുന്ന കാഫ്, അതൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്ന ഒരു അക്ഷരങ്ങളാണ്. സ്വർഗം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ വോയിസോട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.